എൻ്റെ 4 വയസ്സായ മോനെ കാണിക്കാനാണ് ഞാൻ ലൈഫ് കെയറിലെത്തുന്നത്. കുഞ്ഞിന് നല്ല സ്പീച്ച് ഡിലേ ഉണ്ടായിരുന്നു, ഹൈപ്പർ ആക്ടിവിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ശ്രദ്ധയില്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു അവന് മെയിനായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. ഞങ്ങൾ അവിടെ ഡോക്ടറെ ചെന്ന് കണ്ട ദിവസം ഡോക്ടർ മരുന്നൊക്കെ തന്നു വിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന് ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, അത് നമുക്ക് ഒരു ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഈ മരുന്ന് കഴിച്ച ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചിന് ഒത്തിരി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇവിടെ വരാൻ പറഞ്ഞാൽ കയറി ഇരിക്കാൻ പറഞ്ഞാൽ കയറി ഇരിക്കും, ഇവിടെ വരാൻ പറഞ്ഞാൽ വരും. അങ്ങനെയൊക്കെ അവന് ഒരു ഒതുക്കം വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് നടത്തി. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു 8ാമത്തെ ദിവസം തന്നെ കൊച്ചിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരു 8ാമത്തെ ദിവസം എന്ന് പറയാം ശരിക്കും. ആ ഒരു സമയമായപ്പോഴത്തേക്കും കൊച്ചിന് ഒത്തിരി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവന് ആദ്യമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു, പക്ഷെ പിന്നീട് അവരുമായിട്ട് ഇണങ്ങി, അവർ അനുസരിക്കാൻ തുടങ്ങി, അവർ പറയുന്നതൊക്കെ കേട്ട് അനുസരിക്കാൻ തുടങ്ങി. കൊച്ചിന് ഒത്തിരി മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ വിളിച്ചാൽ ശ്രദ്ധിക്കും, ഞാൻ വിളിച്ചാൽ ഇങ്ങനെ നമ്മളെ നേരെ നോക്കും, പിന്നെ ദൂരെ എങ്ങും പോവില്ല. പോയാലും നമ്മുടെ കൺവെട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാകും, ഒത്തിരി ദൂരത്തേക്കൊന്നും അവൻ പോകത്തില്ല. പിന്നെ അവന് പരിചയമുള്ള സ്ഥലങ്ങളിലൂടെ അവനങ്ങനെ ഇറങ്ങി നടക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനിയിപ്പം കുറച്ച് സ്പീച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അവൻ ഓക്കെ ആക്കി എടുക്കാനുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ അവന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവൻ പറയാൻ തുടങ്ങി. അമ്മേ, അച്ഛ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അവൻ പറയുകയില്ലായിരുന്നു. പക്ഷേ എന്തായാലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് കൊണ്ട് അവന് ഒത്തിരി മാറ്റങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടറാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറാറ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഡോക്ടർ സമ്മതിക്കത്തില്ല. കാരണം അവനെ അതുപോലെ കാര്യമായിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ കാര്യമായിട്ട് ഡോക്ടർ നോക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടറോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളാണേലും നല്ല സർവീസിങ്ങാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞിനെ നല്ല കെയറിങ്ങോട് കൂടി അവർ നോക്കും. എന്നായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഒരു മാസം മുന്നേ ഉള്ള സങ്കടങ്ങളൊന്നും ഞങ്ങൾക്കിപ്പോൾ ഇല്ല. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. എനിവേ താങ്ക്സ് ടു ലൈഫ് കെയർ ഹോസ്പിറ്റൽ.